ദേ വന്നല്ലോ എന്റെ പുയ്യാപ്ല. അമ്മായി ഞാനകത്തുണ്ട്. ശരി ശരി. അല്ലോ പുറത്തൊക്കെ കാട്ടതടാ. കരിമൂന്തി വരെ കളിച്ചു നടക്ക ചെക്കൻ. കുട്ടിയാന്ന വിചാരം എപ്പോഴും അല്ലേ? കൊഞ്ചാതെ അകത്തേക്ക് അങ്ങോട്ട് ചെല്ല്. ദേ സുർമ അവിടെ കാത്തിരിക്കുന്നുണ്ട്. വേഗം ചെല്ല്. ഓളൊക്കെ വന്ന് കൊറേ നേരായി. നീ എന്തിനാണ് കലിപ്പിക്കുന്നത്? എന്റെ ചങ്ങാച്ചികളൊക്കെ പറയുന്നുണ്ട് എന്നാന്ന്. എന്ത്? അപ്പൊ അതും മറന്നോ? അല്ല എന്താന്ന്? നിക്കാഹ്. ആരുടെ? നമ്മുടെ. ഞാൻ നിന്നോട് എന്തെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹമുള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? അപ്പോ അതും നടക്കൂലേ? ഇടിയത് നടക്കും. നല്ല മുഞ്ചുള്ള ഏതെങ്കിലും ചെക്കനുമായിട്ട് നിന്റെ കല്യാണം ഞാൻ നടത്തി തരും. അന്ന് ആ കല്യാണം ദിവസം തലേന്ന് ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരുക്കാനെ പോലെ ഒന്നും കൂടെ ഉണ്ടോ? തേപ്പ്. ഇതിനാ തേപ്പ് എന്ന് പറയാ. തേപ്പോ? എടി അങ്ങനെ ഒരു പൂതി ഉണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറയൂലേ? അങ്ങനെ നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വേറെ ആരും ഉണ്ട്. എനിക്ക് ഉറപ്പാ ഓളും നിങ്ങൾ ഇട്ടേച്ച് പോവും. അവസാനം നിങ്ങൾ എൻ്റെ അടുത്തേക്ക് തന്നെ വരും. അതുവരെ ഞാൻ കാത്തിരുന്നോളാം. എടി എടി ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിങ്ങളൊന്നും പറയണ്ട. എടി പോലടി. എടി പെണ്ണോട് പറഞ്ഞാൽ ഈ ഫോൺ കിട്ടിയ പിന്നെ നീ ഇത് താഴെ വെച്ചിട്ടില്ലല്ലോ. കങ്കാരു കുഞ്ഞുങ്ങളെ ചുമക്കുന്ന പോലെ ഏത് നേരം. ചേച്ചി സ്നേഹ ഒരു മെസ്സേജ് അയച്ചിരുന്നു. അത് നോക്കുക. നാളത്തെ അസൈൻമെന്റിനാ. പാതിരാത്രി മൂത്രമൊഴിക്കാൻ എണീക്കുമ്പോഴൊക്കെ ഞാൻ കാണാറുണ്ട് നിന്റെ പുതപ്പിനുള്ള ഓൺലൈൻ വെളിച്ചം. ഓ അത് സമയം നോക്കുന്ന ചേച്ചിക്ക് എന്താ? ഒരു ദിവസം തന്നെ ഇൻബോക്സിൽ നിന്ന് കയറും ഞാൻ. എന്റെ ഫോണിൽ ഡിലീറ്റ് ഓപ്ഷൻ ഒന്നുമില്ലല്ലോ. അതെ, മക്കളോടൊരു കാര്യം പറയാൻ മറന്നു. ഈ ഫോണെന്ന് പറയുന്ന സാധനം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്, മനസ്സിലായോ? എന്നാ കിടന്ന് ഉറങ്ങിക്കോ. നാളെ രണ്ടുപേർക്കും ലീവാണല്ലോ, സാറ്റർഡേ അല്ലേ? ഇവിടെ തന്നെ ഉണ്ടാവണം. ഒരു വിരുന്നുകാർ വരുന്നുണ്ട്. പ്രാർത്ഥിച്ച് കിടന്നോ. കർത്താവേ, ആ വിരുന്നുകാരൻ എന്റെ ചേച്ചിയെ കെട്ടാൻ വന്ന് ഏതെങ്കിലും ഒരു കോന്തനാവണേ. അമ്മാട്ടി